ഹേയ്, അസ്സലാമു അലൈക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും സ്വർഗത്തിൽ എന്താണുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വിഷമവോ ഒരു പെയിനോ ഒരു പരാതിയോ, ജസ്റ്റ് ഇറ്റേണൽ ആയിട്ടുള്ള പീസ്, അതായത് എപ്പോഴും നിലനിൽക്കുന്ന സമാധാനം. അതേപോലെ തന്നെ നമ്മൾക്കാർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ബ്യൂട്ടി. അതെ, തീർച്ചയായിട്ടും അത് സ്വർഗത്തിലാവുന്നു. ചില സമയത്ത് ലൈഫിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള സ്ട്രഗിൾസിൽ, നമ്മളുടേതായ ബുദ്ധിമുട്ടിൽ നമ്മൾ മുഴുകിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അത് സ്വർഗത്തിനെ പറ്റിയാണ്. അള്ളാഹു സത്യവിശ്വാസികൾക്ക് പ്രോമിസ് ചെയ്യപ്പെട്ട സ്ഥലമാണ്. സോ നമുക്ക് നമ്മളുടെ കണ്ണുകൾ ഒരു നിമിഷത്തേക്കൊന്ന് അടക്കാം. നമ്മളെല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്യുക. ജസ്റ്റ് ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക ആ സ്വർഗത്തിൻ്റെ വിശാലത. ആൻഡ് ഞാൻ നിങ്ങളോട് പറയാം, ആ സ്ഥലത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന എന്തെല്ലാം മനോഹരമായ കാര്യങ്ങളാണുള്ളതെന്ന്. നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഗേറ്റാണ്. ആ ഗേറ്റ് അവിടെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാവും. ആരാണോ ആ ഗേറ്റിൽ കയറാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടവർ, അവർക്ക് വേണ്ടിയിട്ട്. സ്വർഗത്തിൽ 8 ഗേറ്റുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഓരോ ഗേറ്റും ഓരോ തരത്തിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ അവൻ്റെ ദീനിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അള്ളാഹുവിനെ ആരാധിച്ചവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഗേറ്റ് ഉണ്ടാവും. തൻ്റെ നിസ്കാരത്തിൽ കൺസിസ്റ്റൻ്റായിട്ട് നിസ്കരിച്ചവർക്ക് ഒരു ഗേറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ നോമ്പ് നോറ്റവർക്കും ഒരു ഗേറ്റ് ഉണ്ടാവും. അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഗേറ്റിനും ഓരോ തരത്തിലാണുള്ളത്. അങ്ങനെ ഓരോ ഗേറ്റും നിങ്ങളെ വിളിക്കാണ്, അത് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന പോലെ. അങ്ങനെ നമ്മൾ സ്വർഗത്തിൻ്റെ ഗേറ്റിലെത്തുമ്പോൾ നമ്മുടെ ഗേറ്റ് നമ്മളോട് പറയും, നിനക്ക് സമാധാനം ഉണ്ടാവട്ടെ, നീ എന്നിൽ പ്രവേശിക്കൂ, നിനക്ക് എപ്പോഴും ജീവിക്കാം. ഇത് ഖുറാനിൽ പറഞ്ഞ കാര്യമാണ് കേട്ടോ. സോ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്തായിരിക്കും? നമ്മൾ എപ്പോഴും ജീവിക്കാൻ പോകുന്ന ആ വീട്ടിലേക്ക് നമ്മൾ കയറാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം. സ്വർഗത്തിലുണ്ടാകുന്ന ഏറ്റവും മനോഹരമാണ് അവിടുത്തെ പൂന്തോട്ടം എന്നുള്ളത്. ആ പൂന്തോട്ടത്തിലെ മരങ്ങൾ ഒരിക്കലും നമ്മൾ ഈ ലോകത്ത് വെച്ച് കണ്ട പോലെ ആയിരിക്കില്ല. നമ്മൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അതായത് അവിടുത്തെ മരങ്ങൾ ഏറ്റവും വലുതായിരിക്കും, നമുക്ക് എപ്പോഴും തണൽ നിൽക്കും, പക്ഷെ ഒരിക്കലും ചൂടോ ഒന്നും ഉണ്ടാവില്ല. അതിലുള്ള പഴങ്ങൾ എപ്പോഴും നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടായിരിക്കും ഉണ്ടാവുക, എപ്പോഴും പഴുത്തിട്ടുണ്ടാവും. ആൻഡ് നമുക്കതിൽ കയറി പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ അതിൽ പോയിന്റ് ചെയ്താൽ മതി. നമ്മൾ ആ ഫ്രൂട്ട്സിൽ അല്ലെങ്കിൽ ആ പഴങ്ങളിൽ കഴിക്കുന്ന ഓരോ ബൈറ്റും നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത രുചിയായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ സ്വർഗത്തിലുള്ള അരുവികൾ, ആ അരുവികൾ ഈ പൂന്തോട്ടത്തിൻ്റെ ഇടയിലേക്കൂടെ തന്നെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടർ, ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ പലതരം അരുവികളുണ്ട്. വെള്ളത്തിലുള്ള അരുവികളുണ്ട്, പാലിലുള്ളതുണ്ട്, തേനിലുള്ളതുണ്ട്, ആൻഡ് ഈവൻ വൈന് കൊണ്ടുള്ള റിവർ വരെ ഉണ്ട്. സ്വർഗം വെറും മനോഹരം മാത്രം ആവുന്നില്ല, അതൊരു തരത്തിലുള്ള ഒരു ബ്യൂട്ടിയാണ്. നമ്മളുടെ ആത്മാവിന് ഒരു തരം സമാധാനം കൊണ്ട് അത് നിറക്കും. നമ്മൾ സ്വർഗത്തിൽ പ്രവേശിച്ച ആ നിമിഷം നമ്മളുടെ ഹൃദയം ലൈറ്റ് കൊണ്ട് പ്രകാശിക്കും. ഓൾസോ നമുക്കുണ്ടായ വറീസ്, അതായത് നമുക്കുണ്ടായ ആശങ്കകളൊക്കെ വാനിഷ് ആവും, അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ലോകത്ത് വെച്ച് ചുമത്തിയ എല്ലാ ഭാരങ്ങളും എല്ലാ വിഷമവും സ്വർഗത്തിലുണ്ടാവില്ല. അവിടെ ഒരു സാഡ്നെസ്, ഒരു വിഷമവോ ഒരു നഷ്ടമോ ഒരു പെയിനോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഫൈനലി ഫ്രീ ആയിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് ആ ഒരു ഫ്രീഡം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ശ്വാസത്തിലൂടെയും അത് തിരിച്ചറിയാൻ പറ്റും. ഓൾസോ സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സായിരിക്കും. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് സ്വർഗത്തിലുള്ള വീടുകളെ കുറിച്ചാണ്. സ്വർഗത്തിലുള്ള വീട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതിൽ വെച്ച് ഒരിക്കലും ഒരുപോലെ ആവുന്നില്ല. അത് കൊട്ടാരങ്ങളാണ്. സ്വർണം കൊണ്ടും സിൽവർ കൊണ്ടും മുത്തുകൾ കൊണ്ടും ഈവൻ റൂബീസ് കൊണ്ടും ഉണ്ടാക്കിയ കൊട്ടാരം. നമ്മൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തിലെ മുത്തുകൾ കൊണ്ട് ഉണ്ടാക്കിയ കൊട്ടാരങ്ങളും ആൻഡ് ഓരോ കൊട്ടാരത്തിലെ റൂമുകളും, അതായത് അറകളും അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമുക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും. ആ ഒരു വാളിലെ ആ ഒരു ചുമരിലൂടെ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റും എന്നാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ ആ കൊട്ടാരത്തിൽ ജീവിക്കുന്നത്? അതിലത്തെ ഓരോ റൂമും പ്രകാശം കൊണ്ടും നമുക്ക് കുളിർമയും കൂടെ നൽകുമ്പോൾ, ആൻഡ് ആ റൂമിലുള്ള ഫ്ലോസ്, അതായത് ആ നിലങ്ങളൊക്കെ മസ്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മസ്ക് എന്ന് പറയുന്നത് അതൊരു തരം ഫ്രേഗ്രൻസ് ആണ്, അതൊരു തരം നല്ലൊരു മണമാണ്, അല്ലെങ്കിൽ ഗന്ധം.
നമുക്കൊരിക്കലും വിട്ടുവരാൻ തോന്നാത്ത തരത്തിലുള്ള സ്മെല്ലാണത്. ആൻഡ് വാൾസുകൾ, അതായത് ചുമരുകളൊക്കെ ഈ സ്വർണത്തിൻ്റെയും സിൽവറിൻ്റെയും ബ്രിക്സ്, ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ ഓരോ റൂമിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും ഉണ്ടാവും. നിങ്ങൾക്കൊന്നും ആവശ്യം വരേണ്ടി വരില്ല, പക്ഷെ എല്ലാം അവിടെ ഉണ്ടാവും. അവിടുത്തെ എയറൊക്കെ ഭയങ്കര ഫ്രഷ് ആയിരിക്കും, ടെമ്പറേച്ചറൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അതായത് ചൂടും ഉണ്ടാവില്ല, തണുപ്പും ഉണ്ടാവില്ല. ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഈസ്, ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്നേഹിച്ചവരുടെ കൂടെയാണ് ഉണ്ടാവുക. ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വീട്ടിൽ നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടാവും. ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ആവില്ല, നിങ്ങൾ ഒരിക്കലും വേർപിരിയില്ല. അതേപോലെ തന്നെ നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ സ്നേഹിച്ചവരുടെ കൂടെയാണ് സ്വർഗത്തിൽ കഴിയുക. നമുക്ക് അവരെ കാണാനും നമുക്ക് അവരെ കൂടെ കൂടാനും ഒക്കെ പറ്റും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ആ ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട്, നമ്മൾ സ്നേഹിച്ചവരും. ഇനി നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചെന്നാലുള്ള ആ ഒരു ഫീലിങ്ങിനെ കുറിച്ച് പറയാം. ഈ ലോകത്ത് നമ്മളെല്ലാവരും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ മൊമെന്റ്സ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ അതൊക്കെ താൽക്കാലികമായിരുന്നു, ടെമ്പററി ആയിരുന്നു അതെല്ലാം. പക്ഷെ സ്വർഗത്തിൽ നമ്മുടെ സന്തോഷത്തിനൊന്നും ഒരു അവസാനം ഉണ്ടാവില്ല. നമ്മൾ സ്വർഗത്തിൽ കയറിയ ആ നിമിഷം നമ്മളുടെ ഹൃദയം ജോയ് കൊണ്ട് ഫീലാവും. അത് നമ്മൾക്ക് പറയാൻ പറ്റാത്ത സന്തോഷം നമ്മൾക്ക് ഫീലാവും. നമ്മൾ ശരിക്കും ഫ്രീ ആയതുപോലെ നമുക്ക് ഫീലാവും. ആൻഡ് ഇനി നമുക്ക് വിഷമമോ പെയിനോ ഒരു റിഗ്രറ്റോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ സമാധാനം മാത്രം ഉണ്ടാവും. നിങ്ങൾക്ക് തോന്നും നിങ്ങളിനി ഫൈനലി നിങ്ങളുടെ യഥാർത്ഥ വീട്ടിലെത്തിയ പോലെ. സ്വർഗത്തിൽ ഒരു കരച്ചിലും ഉണ്ടാവില്ല, പക്ഷെ പൊട്ടിച്ചിരികൾ ഉണ്ടാവും. ആൻഡ് ഇതിൽ നിന്നെല്ലാം ഏറ്റവും ബെസ്റ്റ് എന്താണ്, നമ്മൾ അള്ളാഹുവിൽ നിന്ന് ക്ലോസ് ആയിരിക്കും. സ്വർഗത്തിൽ അള്ളാഹു അവനെ തന്നെ സ്വയം റിവീൽ ചെയ്യുന്ന മൊമെന്റ്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് വേറെ എവിടെയും ഉണ്ടാവില്ല. സ്വർഗത്തിൽ അള്ളാഹു സ്വയം അവനെ റിവീൽ ചെയ്യാണ്, അവനെ തന്നെ കാണിച്ചു കൊടുക്കാണ് സ്വർഗത്തിലുള്ള ആൾക്കാർക്ക്. അള്ളാഹു സുബ്ഹാന തആല നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കും. ആൻഡ് നിങ്ങൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് കേൾക്കും. നിങ്ങളോട് അള്ളാഹു ഇങ്ങനെ പറയുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. അള്ളാഹു നിങ്ങളോട് പറയാണ്, ഞാൻ നിന്നിൽ നിന്ന് തൃപ്തനാണ്, ഞാൻ നിന്നിൽ നിന്ന് സന്തോഷവനാണ്, നീ ഒരിക്കലും ഇനി വിഷമിക്കില്ല. ആ ഒരു മൊമെന്റിൽ നമുക്ക് തോന്നും നമ്മൾ ഈ ലോകത്ത് വെച്ച് അനുഭവിച്ച എല്ലാ വിഷമവും ആ ഒരു പെയിനും വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നിപ്പോവും. സ്വർഗാണ് ഒരിക്കലും അവസാനിക്കാത്ത, എന്നും നിലനിൽക്കുന്ന ഒരു റിവാർഡ് എന്ന് പറയുന്നത്. സ്വർഗത്തിലുള്ള എല്ലാം വളർന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് പുതിയ സന്തോഷം നൽകും, പുതിയ അനുഗ്രഹം തരും. ഒരിക്കലും ഒന്നിനും അവസാനം ഉണ്ടാവില്ല. ആ ഒരു ബ്യൂട്ടിക്കായാലും ആ ഒരു സ്നേഹത്തിനായാലും ആ ഒരു സമാധാനത്തിനായാലും ഒന്നിനും അവസാനം ഉണ്ടാവില്ല. സ്വർഗം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് റിവാർഡാണ് ഈ ലോകത്ത് വെച്ച് കഷ്ടപ്പെടുന്നവർക്കും ശ്രമിക്കുന്നവർക്കും വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് അർഹതയില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഒരിക്കലും അത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല എന്നൊന്നും വിചാരിക്കരുത്. അള്ളാഹു നമ്മളോട് ഇത് പ്രോമിസ് ചെയ്തതാണ്. നിങ്ങളുടെ പാസ്റ്റ്, അതായത് നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങൾ ഒന്നും കാര്യമാകുന്നില്ല. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, അഥവാ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുലേക്ക് തിരിച്ചു പോവുക. അള്ളാഹു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേയിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആരാണോ ശ്രമിക്കുന്നത്, ആരാണോ അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെടലിനെ തേടുന്നത്, ആർക്കാണോ ആ ഒരു ദിവസത്തിൽ വിശ്വാസമുള്ളത്, ഇവർക്കൊക്കെയാണ് സ്വർഗം അർഹമായിട്ടുള്ളത്. സോ നിങ്ങൾ ഫൈനലായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു നിമിഷമുണ്ട്, അതായത് എല്ലാം വേർത്തായിരുന്നു, എല്ലാം വിലയുള്ളതായിരുന്നു. ഈ ലോകത്ത് വെച്ച് അനുഭവിച്ച എല്ലാ വിഷമവും സ്വർഗം കാണാൻ കിട്ടിയതിന് വിലയുള്ളതായിരുന്നു എന്ന് തോന്നുന്ന ഒരു നിമിഷം. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്വർഗത്തിനെ പറ്റി മുഴുവനായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇനിയും ഒരുപാട് നമുക്ക് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ലൈക്ക് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരിലേക്കും കൂടെ കൂടുതൽ എത്തുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ വെച്ച് ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.